ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസും അതേപോലെ അതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എന്തെങ്കിലും ന്യൂസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. സോ എൻ്റെ എല്ലാ വീഡിയോസും കറണ്ട് അഫയേഴ്സ്, ഈ ചാനലിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അത് അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 95% മാർക്ക്, അതിൻ്റെ മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും റിയൽ എക്സാംസിൽ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. ഇപ്പോൾ ബാങ്ക് എക്സാം തുടങ്ങി, അതായത് IBPS RRB ക്ലർക്ക്, അതേപോലെ IBPS ക്ലർക്ക് എക്സാമൊക്കെ അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു ഇപ്പോൾ IBPS ക്ലർക്കിൻ്റെ. സോ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിയണത്ര വേഗം അപ്ലൈ ചെയ്യുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കറണ്ട് അഫയേഴ്സ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് എക്സാം പാസ്സായിട്ട് സെക്കൻഡ് എക്സാമിലേക്ക് വെക്കാമെന്ന് വിചാരിക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് നമ്മൾ എത്രത്തോളം നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമോ അത്രത്തോളം നല്ലതാണ്. ഇപ്പോൾ വൈകിട്ടില്ല, നിങ്ങൾക്ക് കഴിഞ്ഞൊരു 3 മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ചാൽ മതി. സോ ഇപ്പോൾ തൊട്ടിട്ട് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കുക. സോ ഞാൻ ഒരുവിധം എല്ലാ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ന്യൂസ്, Ons Jabeur becomes first Arab woman to reach a Grand Slam semi-final to face Maria for Wimbledon finale spot. അപ്പോൾ ഓൺസ് ജാബർ ഫസ്റ്റ് അറബ് വുമൺ ആയിരിക്കുകയാണ്. ഗ്രാൻഡ് സ്ലാം സെമി ഫൈനലിലെത്തിയ ഫസ്റ്റ് അറബ് വുമൺ ആയിരിക്കുകയാണ് ഓൺസ് ജാബർ. മറിയ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയാണ് ഫേസ് ചെയ്തത്. എന്നിട്ട് വിംബിൾഡൺ ഫിനാലയിൽ എത്തിയില്ല, പക്ഷെ അവിടം വരെ സെമി ഫൈനൽ വരെ എത്തി. World number 2 Ons Jabeur of Tunisia became the first Arab woman to reach the semi-final of a Grand Slam. The Jabeur, the only top 15 seed to make the last 8 in the women's tournament, battled back to see off 66th ranked Boskova of the Czech Republic. സോ ഓൺസ് ജാബർ ഫസ്റ്റ് അറബ് വുമൺ ആയിരിക്കുകയാണ്. സോ ഗ്രാൻഡ് സ്ലാം സെമി ഫൈനൽ എത്തുന്ന ഫസ്റ്റ് അറബ് വുമൺ ആയിരിക്കുകയാണ് ഓൺസ് ജാബർ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡേ ആഫ്റ്റർ റെക്കോർഡ് ഹൈ ടെമ്പറേച്ചർ, ഇറ്റലീസ് ബിഗ്ഗസ്റ്റ് ആൽപൈൻ ഗ്ലേഷ്യർ ഓൺ മാർമോലാദ മൗണ്ടൻ കൊളാപ്സ്ഡ്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ഗ്ലേഷ്യർ കൊളാപ്സ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെക്കോർഡ് ഹൈ ടെമ്പറേച്ചറിന് ശേഷം ഇറ്റലിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൽപൈൻ ഗ്ലേഷ്യർ ഓൺ മർമൊലാദ മൗണ്ടൻ്റെ മുകളിലുള്ള ഈ ഗ്ലേഷ്യർ കൊളാപ്സ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് വായിച്ച് നോക്കാം. ദ ഗ്ലേഷ്യർ കൊളാപ്സ്ഡ് ഓൺ ദ മൗണ്ടൻ ഓഫ് ദ മർമൊലാദ, ദ ഹയസ്റ്റ് ഇൻ ദ ഇറ്റാലിയൻ ഡോളമൈറ്റ്സ് നിയർ ദ ഹാംലെറ്റ് ഓഫ് പുണ്ട റോക്ക on the route normally taken to reach its summit. The disaster struck one day after record high temperature of 10 degrees Celsius was recorded at the glacier's summit. So biggest alpine glacier, Marmolada മൗണ്ടൻ്റെ മുകളിലുള്ള ബിഗസ്റ്റ് ഗ്ലേഷ്യർ, ആൽപൈൻ ഗ്ലേഷ്യർ കൊളാപ്സ് ചെയ്തു എന്നാണ് ന്യൂസ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Large Hadron Collider revs up to unprecedented levels of energy. സോ ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. Nearly 10 years after scientists announced the discovery of the Higgs boson, the particle accelerator is about to start smashing particles together at unprecedented energy levels. The European Organization for Nuclear Research announced that starting 5th July, the LHC will run 24 hours a day for almost 4 years at a record energy level near 13.6 trillion electron volts. CERN built LHC between CERN ആണ്, അതായത് അതിൻ്റെ ഫുൾ ഫോം യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്.
അവരാണ് LHC ബിൽഡ് ചെയ്തത്. 1998ലും 2008ൻ്റെ ഇടയ്ക്കാണത് ബിൽഡ് ചെയ്തത്. സോ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. LHCയുടെ ഫുൾ ഫോം റിവ്സ് അപ് ടു അൺപ്രസിഡൻറ്റഡ് എനർജി ലെവൽസ്. ഇതുവരെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ എനർജി ലെവലിലേക്ക് റിവേർട്ട് ചെയ്തു, അതായത് അവർ എത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, റെക്കോർഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് പഠിക്കാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിനിമൈസിങ് വേസ്റ്റ് ത്രൂ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി കീ ടു കർബ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്, നീതി ആയോഗ് റിപ്പോർട്ട്. അപ്പോൾ മിനിമൈസിങ് വേസ്റ്റ് ത്രൂ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി കീ ടു കർബ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്സിൻ്റെ യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ എ റിപ്പോർട്ട് ടൈറ്റിൽ ഓൾട്ടർനേറ്റീവ് പ്രോഡക്ട്സ് and technologies to plastics and their applications, Niti Aayog has called for strengthening of the waste minimization drive through extended producer responsibility, proper labeling and a collection of compostable and biodegradable plastics while relaxing the deadline for adoption of a biodegradable plastic. India produced 3.47 million tons of plastic waste per annum as per CPCB report. So minimizing waste through extended producer responsibility key to curb use of plastics. നീതി ആയോഗാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്സിൻ്റെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അവോയ്ഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക്കിന് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാനും ആണ് നീതി ആയോഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് NHA ടു ഡെവലപ്പ് എ നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് ടു സെറ്റിൽ ക്ലെയിംസ്. അപ്പോൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും അതേപോലെ IRDAIയും കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ, ഇൻഷുറൻസിൽ വരുന്ന ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി വിൽ ഡെവലപ്പ് എ നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് ആസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടു സെറ്റിൽ ഹെൽത്ത് ക്ലെയിംസ്. അപ്പോൾ അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. So NHA and IRDAI are proposed a creation of a working group with a representation from the industry to decide how to make the largest segment of a general insurance in India attract more people to buy health insurance. So R.S. Sharmയാണ് CEO of National Health Authority. Debashish Pandeyയാണ് Chairman of Insurance Regulatory and Development Authority of India. സോ IRDAയും NHAയും കൂടിയിട്ടാണ് നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ പോർട്ടലാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലും ഒന്ന് നോക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം. സോ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India gifts 75 ambulances, 17 school buses to Nepali organizations. അപ്പോൾ നേപ്പാളി ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് ഇന്ത്യ 75 ആംബുലൻസും അതേപോലെ 17 സ്കൂൾ ബസ്സും ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഇന്ത്യ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു 75 ambulances and 17 school buses to Nepal as part of its ongoing effort to build on the robust and long-standing partnership between the two countries and help the Himalayan nation bolster its infrastructure in healthcare and education sectors. അപ്പോൾ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു 17 സ്കൂൾ ബസ്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അല്ല, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൊണേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യസ് ന്യൂലി അപ്പോയിൻറ്റഡ് അംബാസഡർ നവീൻ ശ്രീവാസ്തവ ഹാൻഡ് ഓവർ ദ കീസ്. അപ്പോൾ ഇന്ത്യാസ് ന്യൂ അംബാസഡർ ടു നേപ്പാളായ നവീൻ ശ്രീവാസ്തവയാണ് ഈ ഒരു കീ ഹാൻഡ് ഓവർ ചെയ്തത്. അതായത് 75 ആംബുലൻസിൻ്റെയും 17 സ്കൂൾ ബസ്സസിൻ്റെയും.
സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് പഠിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Indigenous artificial intelligence based software developed to protect defense land from illegal encroachments. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ലാൻഡിനെ ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ്സ്, ഇല്ലീഗലായിട്ടുള്ള ഒക്യുപ്പേഷൻ, അതായത് ഒക്യുപ്പൈ ചെയ്യുന്നത്, അതേപോലെ നുഴഞ്ഞുകയറ്റം അങ്ങനത്തെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഡിഫൻസ് എസ്റ്റേറ്റ്സ് ഹാസ് ഡെവലപ്ഡ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ചേഞ്ച് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ which can automatically detect unorganized constructions and encroachments on the defense land using satellite imagery. സോ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ലാൻഡ് ഒക്യുപ്പൈ ചെയ്യാതിരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ, അതായത് ബിൽഡിംഗ് ഒക്കെ അവരുടെയാണ് ഉള്ള ഭാവത്തിൽ നമ്മുടെ നേഷനിൽ വന്നിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആൾതാമസമില്ലാത്ത സ്ഥലമായിരിക്കും അവിടെ, അവർ അങ്ങനെ സെറ്റപ്പ് ചെയ്യാതിരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു നോട്ടത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഡിഫൻസ് ലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ്സിൽ നിന്നും. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, സോ നിങ്ങൾക്കിത് വായിക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കിത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. മലയാളത്തിൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. സോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തമിഴ്നാടു സൈൻ 60 MOUs വർത്ത് 1.25 lakh crore rupees. സോ തമിഴ്നാടു 1.25 lakh crore rupees വരുന്ന MOU സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇംഗ്ലീഷ് ന്യൂസ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഞാനിത് മലയാളത്തിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്, മലയാളത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ 60 MOU ആണ് സൈൻ ചെയ്തിട്ടുള്ളത് തമിഴ്നാടു, 1.25 lakh crore rupeesൻ്റെ. സോ സെയിം ന്യൂസ് മലയാളത്തിലും, ഇവിടെ തന്നെ മലയാളമാണ്. സോ നിങ്ങൾക്കിത് വായിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അനൗൺസ്ഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ അവാർഡ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അക്കാഡമിക്. അപ്പോൾ അക്കാഡമിക്സിൻ്റെ ഫീൽഡിൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ അവാർഡ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അത് സെറ്റപ്പ് ചെയ്യാൻ ഇവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണിത് അനൗൺസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു അവാർഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ. സോ ഇൻ ദ ഫീൽഡ് ഓഫ് അക്കാഡമിക്സിനാണ് ഇത് കൊടുക്കുക. സോ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണിത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ അമേരിക്കൻ ബില്യനെയർ ഓൺ ഫോർബ്സ് ലിസ്റ്റ് ഓഫ് അമേരിക്കാസ് റിച്ചസ്റ്റ് സെൽഫ് മെയ്ഡ് വുമൺ. അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ ബില്യനെയറായ ജയശ്രീ ഉള്ളാലാണ് ഫോർബ്സ് ലിസ്റ്റ് ഓഫ് അമേരിക്കാസ് റിച്ചസ്റ്റ് സെൽഫ് മെയ്ഡ് വുമൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സോ അവരാണ് വന്നിട്ടുള്ളത്. നമുക്കത് വായിച്ച് നോക്കാം. ഇന്ത്യൻ അമേരിക്കൻ ജയശ്രീ ഉള്ളാൽ, CEO ഓഫ് അരിസ്റ്റ നെറ്റ്വർക്ക്സ്, ആൻ അമേരിക്കൻ കമ്പ്യൂട്ടർ networking company and a member of the board of directors of Snowflake, a new cloud computing firm, was ranked near the top of Forbes 8 annual list of America's richest self-made women with a net worth of $1.7 billion as of May 2022. Ullal was born in London 1961 ജനിച്ചത്, raised in New Delhiയിലാണ് വളർന്നത്. സോ ഇന്ത്യൻ അമേരിക്കനായ ജയശ്രീ ഉള്ളാലാണ് ഫോർബ്സ് ലിസ്റ്റ് ഓഫ് റിച്ചസ്റ്റ് അമേരിക്കൻ്റെ സെൽഫ് മെയ്ഡ് വുമൺ ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്വർത്ത് $1.7 billion ഈ ജയശ്രീ ഉള്ളാലിൻ്റെ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫ്രഞ്ച് സാഫ്രാൻ ഗ്രൂപ്പ് ടു സെറ്റപ്പ് $150 million MRO ഫെസിലിറ്റി ഫോർ കൊമേഴ്ഷ്യൽ എയർലൈൻസ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ കൊമേഴ്ഷ്യൽ എയർലൈൻസ് ഇൻ ഹൈദരാബാദിന് MRO ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഫ്രഞ്ച് സാഫ്രാൻ ഗ്രൂപ്പ് $150 million സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഫ്രഞ്ച് എൻജിൻ മേക്കർ സാഫ്രാൻ പ്ലാൻസ് ടു സെറ്റപ്പ് എ $150 million മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഫെസിലിറ്റി. MRO എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഫെസിലിറ്റിയാണ് ഇൻ ഇന്ത്യ ഫോർ ഓവർഹോൾ ഓഫ് എൻജിൻസ് ഇൻ യൂസ് ബൈ ഇന്ത്യൻ ആൻഡ് ഫോറിൻ commercial airlines. This was discussed during a meeting on the high-level delegation of Safran Group
ലെഡ് ബൈ ഇറ്റ്സ് CEO ഒലിവർ ആൻഡ്രൈൻസ് വിത്ത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. അപ്പോൾ ഫ്രഞ്ച് സാഫ്രാൻ ഗ്രൂപ്പാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് $150 million ഫോർ എ മെയിൻ്റനൻസ്, റിസർച്ച്, റിപ്പയർ ആൻഡ് ഓവർഹോളിന് വേണ്ടിയിട്ട്, കൊമേഴ്ഷ്യൽ എയർലൈൻസ് ഇൻ ഹൈദരാബാദിന് വേണ്ടിയിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിച്ചൽ പൂനാവാല റിസീവ്സ് ദ കോവിറ്റഡ് ഷിരോമണി അവാർഡ് അറ്റ് NRI വേൾഡ് സമ്മിറ്റ് 2022 യുണൈറ്റഡ് കിങ്ഡം. സോ മിച്ചൽ പൂനാവാല എന്ന് പറയുന്ന വെൽ നോൺ ആർട്ടിസ്റ്റായ ബിസിനസ് വുമണും ഫിലാന്ത്രോപ്പിസ്റ്റുമായ മിച്ചൽ പൂനാവാലയ്ക്കാണ് കോവിറ്റഡ് ശിരോമണി അവാർഡ് കിട്ടിയിരിക്കുന്നത്. സോ കോവിറ്റഡ് ശിരോമണി അവാർഡ് NRI വേൾഡ് സമ്മിറ്റിൽ 2022 വെച്ചിട്ടാണ് കിട്ടിയത്. യുണൈറ്റഡ് കിങ്ഡത്തിൽ വെച്ചിട്ടാണ് അവാർഡ് കിട്ടിയത്. സോ പൂനാവാല അൺവെയിൽഡ് ഹെർ ആർട്ട് വർക്ക് റിസർവ് അറ്റ് ദ JMS ഫൗണ്ടേഷൻ ചാരിറ്റി ഗാല ഓൺ 23rd June. ശിരോമണി അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1977. അപ്പോൾ ഈ ശിരോമണി അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ തുടങ്ങിയത് 1977 അപ്പോൾ 2022 ആ അവാർഡ് ലഭിച്ചത് മിച്ചൽ പൂനാവാലയ്ക്കാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാഹുൽ നാർവേക്കർ ഈസ് ഇന്ത്യാസ് യങ്ങസ്റ്റ് സ്പീക്കർ. അപ്പോൾ ഇന്ത്യയുടെ യങ്ങസ്റ്റ് സ്പീക്കർ ആയിരിക്കുകയാണ് രാഹുൽ നാർവേക്കർ. മുംബൈ ലോയർ ആൻഡ് ഫസ്റ്റ് ടൈം ലെജിസ്ലേറ്റർ രാഹുൽ നാർവേക്കർ 45 years has been elected as the youngest speaker of Maharashtra Legislative Assembly and also becomes the youngest ever in India to hold the August constitutional post. അപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സ്പീക്കറാണ് ഇപ്പോൾ രാഹുൽ നാർവേക്കർ. മുംബൈ ലോയറും അതേപോലെ ഫസ്റ്റ് ടൈം ലെജിസ്ലേറ്ററുമായ രാഹുൽ നാർവേക്കറാണ് 45 വയസ്സ് ഇന്ത്യയുടെ യങ്ങസ്റ്റ് സ്പീക്കർ ആയിരിക്കുന്നത്. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറാണ് രാഹുൽ നാർവേക്കർ. അപ്പോൾ ഹീസ് സിറ്റിംഗ് MLA ഫ്രം കൊളാബ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ മുംബൈ. സോ രാഹുൽ നാർവേക്കറാണ് ഇന്ത്യയുടെ യങ്ങസ്റ്റ് സ്പീക്കർ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കോവാർസ്കാൻ ന്യൂ റാപ്പിഡ് COVID-19 ടെസ്റ്റ് ക്യാൻ ഐഡൻറ്റിഫൈ വേരിയൻസ് ഇൻ അവേഴ്സ്. അപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ COVID-19 വേരിയൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അതായത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഈ കോവാർസ്കാനിന് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. Scientists in the US have developed a rapid COVID-19 test that can accurately detect all current variants of SARS-CoV-2 within hours. The test CovaScan detects the signatures of 8 hotspots of the SARS-CoV-2 virus that causes COVID-19. The researchers of the University of Texas Southwestern Medical Center in the US tested CovaScan on more than 4,000 patients. അപ്പോൾ ഈ കോവാർസ്കാൻ ആണ് പുതിയൊരു ടെസ്റ്റിൻ്റെ പേരാണത്. COVID-19 ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഈ കോവാർസ്കാൻ. അത് അതിൻ്റെ വേരിയൻസിനെ 8 തരത്തിലുള്ള വേരിയൻസിനെ വെറും മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് 4000 പേഷ്യൻസിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് US. സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. പോസ് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് പിന്നീട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റി ടിഹാൻ ലോഞ്ച്ഡ് അറ്റ് IIT ഹൈദരാബാദ്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റിയായ ടിഹാൻ IIT ഹൈദരാബാദിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. Union Minister of State Independent Charge for Science and Technology Jitendra Singh inaugurated first of its kind state-of-the-art autonomous navigation facility to develop unmanned ground and aerial vehicles in the IIT Hyderabad campus. അപ്പോൾ IIT ഹൈദരാബാദ് ക്യാമ്പസിലാണിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ചാർജായ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻഡിപെൻഡൻറ്റ് ചാർജായ ജിതേന്ദ്ര സിംഗ് ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അപ്പോൾ ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റി, അത് ഫെസിലിറ്റി ടു ഡെവലപ്പ് അൺമാൻഡ് ഗ്രൗണ്ട് ആൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഇൻ IIT ഹൈദരാബാദ് ക്യാമ്പസിലാണത് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റിയായ ടിഹാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ടിഹാൻ വാസ് ഫണ്ടഡ് ബൈ യൂണിയൻ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അറ്റ് എ ബഡ്ജറ്റ് ഓഫ് 130 crore. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ആയിരുന്നു 130 crore. ടിഹാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ടെക്നോളജി ഇന്നോവേഷൻ ഹബ് ഓൺ ഓട്ടോണമസ് നാവിഗേഷൻ. ടെക്നോളജി ഇന്നോവേഷൻ ഹബ് ഓൺ ഓട്ടോണമസ് നാവിഗേഷൻ. സോ ഇന്ത്യയുടെ ഫസ്റ്റ് ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റി ആയ ടിഹാൻ ഹൈദരാബാദ് IITയിൽ ലോഞ്ച് ചെയ്തു.
സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. In a first of its kind, 6 Indian states signed Declaration of Intent to Combat Human Trafficking. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് ഇൻ എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് 6 ഇന്ത്യൻ സ്റ്റേറ്റ്സ്, 6 ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. An interstate declaration of intent to collaborate in the fight against human trafficking was signed by 6 states: തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, ഒഡീഷ ആൻഡ് തമിഴ്നാടു. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ആണ് ഇതൊരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെ കൗണ്ടർ ചെയ്യാൻ, കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ 6 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, ഒഡീഷ ആൻഡ് തമിഴ്നാടു ആണ്. അപ്പോൾ കേരള അതിലുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. സോ നോട്ട് ചെയ്ത് വയ്ക്കാം. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ് ലോഞ്ചസ് ഇന്ത്യാസ് ഫസ്റ്റ് മൊബൈൽ ടെലിമാറ്റിക്സ് ബേസ്ഡ് മോട്ടോർ ഇൻഷുറൻസ്. അപ്പോൾ എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ് ഫസ്റ്റ് മൊബൈൽ ടെലിമാറ്റിക്സ് ബേസ്ഡ് മോട്ടോർ ഇൻഷുറൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ് ഹാസ് ലോഞ്ച്ഡ് സ്വിച്ച് എന്നാണ് അതിൻ്റെ പേര്, എ കോംപ്രഹെൻസീവ് മോട്ടോർ ഇൻഷുറൻസ് പ്രോഡക്റ്റ് അണ്ടർ IRDAI സാൻഡ് ബോക്സ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ IRDAIയുടെ സാൻഡ് ബോക്സ് ഇനീഷ്യേറ്റീവിൻ്റെ അണ്ടറിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. So Switch is a completely digital mobile telematics based motor policy app. The app detects a motion and automatically activates insurance when the vehicle is driven, making it convenient and hassle free for customers. So Edelweiss General Insurance ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ഇന്ത്യസ് ഫസ്റ്റ് മൊബൈൽ ടെലിമാറ്റിക്സ് ബേസ്ഡ് മോട്ടോർ ഇൻഷുറൻസ്. അപ്പോൾ ടെലിമാറ്റിക്സ് ബേസ്ഡ് മോട്ടോർ ഇൻഷുറൻസ് ലോഞ്ച് ചെയ്ത ഫസ്റ്റ് കമ്പനിയാണ് എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ്. സോ ഷാനായ് ഘോഷ് ഇസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് എഡൽവൈസ് ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ എഡൽവൈസ് ജനറൽ ഇൻഷുറൻസിൻ്റെ CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഷാനായ് ഘോഷ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈസ് അപ്പ് വിത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫോർ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആൻഡ് കളക്ഷൻ. സോ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടൈപ്പ് നടത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് കളക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് നടത്തിയിരിക്കുന്നത്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ടു എനേബിൾ ഡിജിറ്റൽ കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ്സ് അറ്റ് ഇക്കോ ടൂറിസം സെൻറ്റേഴ്സ്, വനശ്രീ ഷോപ്സ്, മൊബൈൽ വനശ്രീ യൂണിറ്റ്സ് ആൻഡ് എക്കോ ഷോപ്സ് അക്രോസ് ദ സ്റ്റേറ്റ്. Through this partnership, digital collection in system of South Indian Bank will now be available at all 124 tourist spots that fall under the Forest Department. അപ്പോൾ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടൈപ്പ് നടത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കായിട്ട്. ഡിജിറ്റൽ പേയ്മെൻറ്റ് കളക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് നടത്തിയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്. സോ നിങ്ങൾക്കത് വായിക്കാം. സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ പോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റഷ്യ സൈൻസ് പാക്ട് ഫോർ സപ്ലൈയിങ് ടെക് ഫോർ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അപ്പോൾ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് ടെക്നോളജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ടെക് സർവീസസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എ യൂണിറ്റ് ഓഫ് റഷ്യൻ ന്യൂക്ലിയർ മേജർ റാസാറ്റോം സ്റ്റേറ്റ് കോർപ്പറേഷൻ ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു സപ്ലൈ thermocouples for 4 power units of the കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ തമിഴ്നാടു. അപ്പോൾ തമിഴ്നാടുവിലത്തെ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് തെർമോകപ്പിൾസ് സപ്ലൈ ഓഫ് 4 പവർ യൂണിറ്റ്സ്, 4 പവർ യൂണിറ്റ്സിന് തെർമോകപ്പിൾസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്, റഷ്യ ഒരു പാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ LUCH സയൻറ്റിഫിക് പ്രൊഡക്ഷൻ അസോസിയേഷൻ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് സയൻസ് ആൻഡ് ഇന്നോവേഷൻസ്
the R&D unit of Rosatom will provide the new sensors designed for thermal control of NPP process equipment. സോ റഷ്യയാണ് സൈൻ ചെയ്തിട്ടുള്ളത് എഗ്രിമെൻറ്റ്. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിന് തെർമോ കപ്പിൾസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് ന്യൂസ് പ്രിപ്പയർ ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റൈസ് ടു 7.8% ഇൻ ജൂൺ. ഹരിയാന ആൻഡ് രാജസ്ഥാനാണ് ടോപ്പ് ചെയ്യുന്നത് ലിസ്റ്റ്. സോ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 7.8% ആയിരിക്കുകയാണ് ജൂണിൽ. സോ ഹരിയാന ആൻഡ് രാജസ്ഥാൻ അത് ടോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ത്യാസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഷോട്ട് അപ്പ് അറ്റ് 7.8% ഇൻ ജൂൺ വിത്ത് ദ ലോസ് ഓഫ് 13 million jobs മെയിൻലി ഇൻ അഗ്രികൾച്ചർ സെക്ടർ. Unemployment rate in rural areas went up to 8.03% from 6.62% in May. So റൂറൽ ഏരിയയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് 8.03% ആയിരിക്കുകയാണ്. 6.62% ആണ് മെയിൽ ഉണ്ടായിരുന്നത്, അത് ജൂണിൽ 8.03% ആയിരിക്കുകയാണ്. ഇൻ അർബൺ ഏരിയയിൽ അതേപോലെ 7.3 ആയിരുന്നു, അത് 7.12 ആയിരിക്കുകയാണ് മെയിൽ. സോ ഹയസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വാസ് വിറ്റ്നസ്ഡ് ഇൻ ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വിറ്റ്നസ് ചെയ്തത്. 30.6% ആയിരുന്നു. അതിൻ്റെ തൊട്ട് താഴെ രാജസ്ഥാൻ 29.8%, അതിൻ്റെ തൊട്ട് താഴെ ആസാം 17.2% ആയിരുന്നു. സോ ഈ ഡാറ്റ റിലീസ് ചെയ്തത് എക്കണോമിക് തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കണോമി. അപ്പോൾ അവരാണത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 7.8% ആണ് ജൂണിൽ, ഇന്ത്യയുടെ ടോട്ടൽ. അതേപോലെ അർബൺ, റൂറൽ അവരുടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം വായിച്ചു, നിങ്ങൾക്കത് വായിച്ച് നോക്കാം, റേറ്റ്സൊക്കെ മനസ്സിലാക്കി വയ്ക്കാം. സോ ഹരിയാനയും രാജസ്ഥാനുമാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ് സൈൻ ആക്സഷൻ പ്രോട്ടോകോൾസ് വിത്ത് നാറ്റോ. അപ്പോൾ നാറ്റോ ആയിട്ട് ഒരു ആക്സഷൻ പ്രോട്ടോകോൾ സൈൻ ചെയ്തിരിക്കുകയാണ് സ്വീഡനും ഫിൻലാൻഡും. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കാം. സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ് സൈൻഡ് ആക്സഷൻ പ്രോട്ടോകോൾസ് അറ്റ് ദ നാറ്റോ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ബ്രസൽസ്. The signing was held in the presence of a Finnish Foreign Minister Pekka Haavisto and Swedish Foreign Minister Ann Linde. അപ്പോൾ ഇവരുടെയൊക്കെ പ്രസൻസിലാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ സ്വീഡനും ഫിൻലാൻഡും അപ്പോൾ ഇവർ ആക്സഷൻ പ്രോട്ടോകോൾ സൈൻ ചെയ്തിരിക്കുകയാണ്, സ്വീഡനും ഫിൻലാൻഡും. സോ സ്വീഡനും ഫിൻലാൻഡുമാണ് ഈ ഒരു ആക്സഷൻ പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുള്ളത്. സോ നാറ്റോ അലയൻസ് സെക്രട്ടറി ജനറലാണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് എന്തായാലും അപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് സർവീസ് സെക്ടർ ആക്ടിവിറ്റി ഇൻ ജൂൺ റെക്കോർഡ്സ് ഹയസ്റ്റ് ഗ്രോത്ത് ഇൻ 11 years PMI സർവേ. അപ്പോൾ PMI സർവേ പ്രകാരം ഇന്ത്യയുടെ സർവീസ് സെക്ടർ ആക്ടിവിറ്റി ജൂണിൽ ഹയസ്റ്റ് ഗ്രോത്ത് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡാണ് ഇപ്പോൾ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇന്ത്യ സർവീസ് സെക്ടർ ലോഗ്ഡ് ഇറ്റ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഇൻ ഓവർ 11 years ആഫ്റ്റർ ജൂൺ മന്ത്സ് സർവീസ് ആക്ടിവിറ്റീസ് ഇംപ്രൂവ്ഡ് ഫർദർ ആസ് പെർ ദ S&P Global India Services Purchasing Managers Index survey. The seasonally adjusted S&P Global India Services PMI Business Activity Index rose from 58.9 in May to 59.2 in June. It's the highest mark since April 2011. അപ്പോൾ 2011 തൊട്ടിട്ട് ഹയസ്റ്റ് മാർക്കാണിത്. 58.9 നിന്ന് 59.2 ആയിരിക്കുന്നത്. ജൂണിൽ 59.2 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഉക്രൈൻസ് മറീന വയാസോക സെക്കൻഡ് വുമൺ ടു വിൻ പ്രസ്റ്റീജിയസ് ഫീൽഡ്സ് മെഡൽ ഫോർ മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഫീൽഡ്സ് മെഡൽ നേടുന്ന സെക്കൻഡ് വുമൺ, ഉക്രൈനിൻ്റെ സെക്കൻഡ് വുമൺ ആയിരിക്കുകയാണ് മറീന വിയാസോക.
ആണ്. ഉക്രൈൻ്റെ മറീന വിയാസോവ്സ്കയാണ് സെക്കൻഡ് വുമൺ ആയിരിക്കുന്നത്. പ്രസ്റ്റീജിയസ് ഫീൽഡ്സ് മെഡൽ ഫോർ മാത്തമാറ്റിക്സ് നേടുന്ന സെക്കൻഡ് വുമൺ ആയിരിക്കുകയാണ്. സോ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഉക്രൈനിയൻ മാത്തമാറ്റീഷ്യൻ മറീന വിയാസോവ്സ്ക ഈസ് among the 4 winners of the 2022 ഫീൽഡ്സ് മെഡൽ which is considered equivalent to നോബൽ പ്രൈസ്. അപ്പോൾ ഈ ഒരു മെഡൽ നോബൽ പ്രൈസിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹെർ സൊല്യൂഷൻ ടു ദ സ്ഫിയർ പാക്കിംഗ് പ്രോബ്ലം. അപ്പോൾ സ്ഫിയർ പാക്കിംഗ് പ്രോബ്ലത്തിന് ആണ് അറിയപ്പെടുന്നത്, സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ഫിയർ പാക്കിംഗ് പ്രോബ്ലത്തിന് കൊടുത്ത സൊല്യൂഷനാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ദ അതേഴ്സ് വേർ ഫ്രാൻസിസ് ഹുഗോ ഡൊമിനിൽ കോപ്പിൻ, US based ജൂൺ ഹ ആൻഡ് ബ്രിട്ടൻസ് ജെയിംസ് മൈനാർഡ്. സോ ഉക്രൈൻ്റെ മറീന വിയാസോവ്സ്കയ്ക്കാണ് സെക്കൻഡ് വുമൺ ആയിരിക്കുന്നത്. പ്രസ്റ്റീജിയസ് ഫീൽഡ്സ് മെഡൽ നേടുന്ന സെക്കൻഡ് വുമൺ ആയിരിക്കുകയാണ് മറീന വിയാസോവ്സ്ക. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഒഡീഷ, UP ആൻഡ് ആന്ധ്രാപ്രദേശ് എമർജ് ആസ് ടോപ്പ് 3 സ്റ്റേറ്റ്സ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ് റാങ്കിങ് ഇൻഡെക്സ് ഫോർ NFSA. സോ ഒഡീഷ, UP ആൻഡ് ആന്ധ്രാപ്രദേശ് എമർജ് ചെയ്തിരിക്കുകയാണ് ആസ് ടോപ്പ് 3 സ്റ്റേറ്റ്സ് ആയിട്ട് എമർജ് ചെയ്തിരിക്കുകയാണ് ഇൻ ഫസ്റ്റ് സ്റ്റേറ്റ് റാങ്കിങ് ഇൻഡെക്സ് ഫോർ NFSAക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് റാങ്കിങ് ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ടോപ്പ് 3 സ്റ്റേറ്റ്സ് ആണ് ഒഡീഷ, UP ആൻഡ് ആന്ധ്രാപ്രദേശ്. സോ നമുക്ക് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. ഒഡീഷ, ഉത്തർപ്രദേശ് ആൻഡ് ആന്ധ്രാപ്രദേശ് ഹാവ് എമർജ്ഡ് ആസ് ടോപ്പ് 3 സ്റ്റേറ്റ്സ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ് റാങ്കിങ് ഇൻഡെക്സ് ഫോർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പോൾ NFSA എന്ന് പറഞ്ഞാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ്. സോ ഉത്തർപ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണ് ടോപ്പ് 3 സ്റ്റേറ്റ്സ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ് റാങ്കിങ് ഇൻഡെക്സ് ഫോർ NFSA. NFSAക്ക് വേണ്ടിയിട്ടുള്ള റാങ്കിങ് ഇൻഡെക്സിൽ വന്നിട്ടുള്ള ടോപ്പ് 3 സ്റ്റേറ്റ്സ് ആണ് ഒഡീഷ, UP ആൻഡ് ആന്ധ്രാപ്രദേശ്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് സൂണോസിസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂലൈ 6 ആണ് വേൾഡ് സൂണോസിസ് ഡേ. അപ്പോൾ അത് നമുക്ക് വായിച്ച് നോക്കാം. വേൾഡ് സൂണോസിസ് ഡേ ഇസ് ഹെൽഡ് ആനുവലി ഓൺ July 6 വേൾഡ് വൈഡ് ടു റൈസ് അവയർനെസ് അബൌട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസസ് കളക്റ്റീവ്ലി ടേംഡ് സൂണോട്ടിക് ഡിസീസസ്. അപ്പോൾ സൂണോട്ടിക് ഡിസീസസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഡേ ആണ് 6 ജൂലൈ. So the day is celebrated in the memory of Louis Pasteur, a French biologist who on July 6, 1885 successfully administered the first ever rabies vaccine to a patient named Joseph Mister. സോ റാബീസിൻ്റെ വാക്സിൻ ഫസ്റ്റ് ടൈം കൊടുത്തത് ഈ ജൂലൈ 6 അപ്പോൾ സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിൽ നിന്നും മനുഷ്യർക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് ഈ സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ആയിട്ടാണ് സൂണോസിസ് ഡേ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. സോ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 6 ജൂലൈ 1885 ഫസ്റ്റ് എവർ റാബീസ് വാക്സിൻ കൊടുത്തു ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആയ ലൂയിസ് പാസ്റ്റർ ജോസഫ് മീസ്റ്റർ എന്ന് പറയുന്ന പേഷ്യൻറ്റിനാണ് ഫസ്റ്റ് ടൈം അത് കൊടുത്തത്. സോ വേൾഡ് സൂണോസിസ് ഡേ 6 ജൂലൈ 2022 സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലഫ്റ്റനൻറ്റ് ജനറൽ മോഹൻ സുബ്രഹ്മണ്യൻ ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ആസ് എ ഫോഴ്സ് കമാൻഡർ ഓഫ് എ UN മിഷൻ ഇൻ സൗത്ത് സുഡാൻ. അപ്പോൾ ലഫ്റ്റനൻറ്റ് ജനറലായ ഇന്ത്യയുടെ മോഹൻ സുബ്രഹ്മണ്യനെ ഫോഴ്സ് കമാൻഡർ ഓഫ് UN മിഷൻ ഇൻ സുഡാൻ, സൗത്ത് സുഡാനിൻ്റെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വായിച്ച് നോക്കാം. ലഫ്റ്റനൻറ്റ് ജനറൽ മോഹൻ സുബ്രഹ്മണ്യൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ഫോഴ്സ് കമാൻഡർ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് മിഷൻ ഇൻ സൗത്ത് സുഡാൻ, UNMISS. യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്റോണിയോ ഗുട്ടറസ് ലഫ്റ്റനൻറ്റ് ജനറൽ മോഹൻ സുബ്രഹ്മണ്യനെ ഫോഴ്സ് കമാൻഡർ ഓഫ് UN മിഷൻ ടു സൗത്ത് സുഡാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ലഫ്റ്റനൻറ്റ് ജനറൽ സുബ്രഹ്മണ്യൻ സക്സീഡ് ലഫ്റ്റനൻറ്റ് ജനറൽ ശൈലേഷ് തിനൈക്കർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതുവരെയുള്ള ആൾ ശൈലേഷ് തിനൈക്കറാണ്. അപ്പോൾ ശൈലേഷ് തിനൈക്കറെ സക്സീഡ് ചെയ്യുകയാണ് മോഹൻ സുബ്രഹ്മണ്യൻ.
സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ വായിക്കാം, നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. സോ ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പോലെ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.